2 സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടാവുന്ന സമയത്ത് പൊടിച്ച് വെച്ച സേമിയ ഇതിലോട്ട് ആഡ് ചെയ്യണം. ഇത് നന്നായിട്ട് മൂപ്പിച്ച് ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കണം. ഇത് 1/2 കവർ സേമിയയാണ്. 1/2 കവർ സേമിയയ്ക്ക് ഞാൻ 1/2 കവർ റവയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണുണ്ട്. റവ ഞാൻ കാച്ചി നേരത്തെ വെച്ച് മുമ്പ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി. നമുക്കിതിലേക്ക് ഇനി വേവിച്ച് വെച്ച് റവ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. റവ ഇട്ടതുകൊണ്ട് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ സ്പൂൺ വെച്ച് ഉടച്ചെടുക്കണം. തീ സിമ്മിലാക്കി വേണം ഈ റവ നല്ലതുപോലെ ഉടച്ചെടുക്കാൻ. റവയും സേമിയയും നല്ലതുപോലെ ഉടച്ചതിന് ശേഷം തീ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. 2 കപ്പ് പഞ്ചസാര ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ പഞ്ചസാര ആവശ്യത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്തത്. മധുരം വേണമെങ്കിൽ നമുക്കിനി ഒഴിക്കാം. കാരണം ലാസ്റ്റ് മിൽക്ക് മേഡും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര മാത്രമേ ഞാൻ ഇട്ടുള്ളൂ. അപ്പം കുറച്ചധികം വെള്ളവും പാലും കൂടി മിക്സ് ചെയ്ത് വെക്കണം. റവ ഒന്ന് കുറുവി വരുമ്പോൾ ഒന്ന് കട്ടി ഒടിക്കും. അതിനുവേണ്ടി കുറച്ച് വെള്ളം കുറച്ച് എക്സ്ട്രാ ഇത്തിരി കൂടുതൽ വെക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 സ്പൂൺ മുന്തിരിങ്ങ, ഉണക്കമുന്തിരി നമ്മൾ നെയ്യിൽ വറുത്തത്. ഇത് കാഷ്നട്ട് ആവശ്യത്തിന് നെയ്യിൽ വറുത്തെടുത്തത്. ഏലക്ക ചതച്ചെടുത്തത്. നമ്മൾ വറുത്ത് കോരി വെച്ച മുന്തിരിങ്ങ, കാഷ്നട്ട്. ഇത് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുമ്പോൾ തീ ഓഫ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ കട്ടി പിടിക്കും. നല്ലതുപോലെ പായസം വെന്ത് കുറുവി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാക്കി പാലും കൂടി ഒഴിക്കാം. ബാക്കി പാല് കാച്ചി വെച്ച പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചേർക്കാൻ വെച്ചിരുന്ന മിൽക്ക് മേഡ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ആവശ്യത്തിന് കുറച്ച് നെയ്യും കൂടി എടുത്ത് നമുക്ക് ഇളക്കി എടുക്കാം. നമ്മുടെ പായസം റെഡിയായി. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.